بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى عباد الله الصالحين أما بعد ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാവട്ടെ, വിശ്വാസങ്ങൾ നന്നാക്കി തരുമാറാവട്ടെ, സ്വഭാവങ്ങൾ നന്നാക്കി തരുമാറാവട്ടെ, അവൻ്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പരിശുദ്ധ റജബ് മാസത്തിലും ഷഅബാനിലും അല്ലാഹു നമുക്കൊക്കെ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കണ്ട സ്വപ്നം ഉണ്ടല്ലോ മോനെ, ഇത് എൻ്റെ മകനക്ക് എന്തോ ഒരു പരീക്ഷണം വരാൻ പോകുന്നത്, അതിൻ്റെ ഒരു തുടക്കമാണ്, ഒരു പരീക്ഷണത്തിന്റെ ഒരു കാരണമാണിത്. അല്ലാഹു തആല അതിൽ നിന്നൊക്കെ എൻ്റെ മകനെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, എൻ്റെ മകനക്ക് അല്ലാഹു തആല അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും എന്ന് യാക്കൂബ് നബി മകനോടായി പറയുകയുണ്ടായി. അല്ലാഹു തആല പറയാണ്, വകദാലിക യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസ് വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യാക്കൂബ കമാ അതമ്മഹ അലാ അബവൈക മിൻ ഖബ്ലു ഇബ്രാഹീമ വഇസ്മാഈൽ ഇന്ന റബ്ബക അലീമുൻ ഹകീം. അപ്രകാരം അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ തെരഞ്ഞെടുത്തു. സ്വപ്ന വ്യാഖ്യാനങ്ങൾ അങ്ങേക്ക് അല്ലാഹു തആല നൽകി. അവന്റെ അനുഗ്രഹത്തെ അങ്ങയുടെ മേൽ അവൻ പൂർത്തീകരിച്ചു തന്നു. യാക്കൂബിന്റെ കുടുംബത്തിന് മേലിലും അങ്ങയുടെ പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്ഹാഖ് എന്നിവർക്ക് മുൻകാലത്തിൽ ഇസ്ഹാഖ് നബിക്കും ഇബ്രാഹിം നബിക്കും പൂർത്തീകരിച്ചതുപോലെ യാക്കൂബ് നബിയുടെ മേൽ അല്ലാഹു തആല എന്തായി, ഈ അനുഗ്രഹങ്ങൾക്ക് ചൊരിഞ്ഞു. ഇന്ന റബ്ബക അലീമുൻ ഹകീം. അല്ലാഹു തആല അറിവുള്ളവനും തന്ത്രജ്ഞാനിയുമാണ്. ഏതായാലും ഇതിൽ നിന്നൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വരാനിരിക്കുന്നതായ പരീക്ഷണത്തിന്റെ വ്യാഖ്യാനമാണ് തൻ്റെ സ്വപ്നത്തിൽ നിന്ന് യാക്കൂബ് നബിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യൂസുഫ് നബിയുടേതായ ഈ സ്വപ്നം തൻ്റെ സഹോദരങ്ങളിലേക്ക് എത്തി. അത് എങ്ങനെയാണ് എത്തിയത്? അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറയപ്പെടാറുണ്ട്. യൂസുഫ് നബിയുടെ ഈ സഹോദരങ്ങളുടെ ഉമ്മ യൂസുഫ് തൻ്റെ പിതാവിനക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹോദരങ്ങളുടെ ഉമ്മ അത് കേട്ടിരുന്നു അത്രേ. അങ്ങനെ ആ ഉമ്മയാണ് അവരുടെ മക്കളോട്, അഥവാ യൂസുഫിന്റെ സഹോദരങ്ങളോട് അവരുടെ ഉമ്മയാണ് അതൊക്കെ വിവരിച്ചു കൊടുത്തത്. യാക്കൂബ് തന്റെ സഹോദരങ്ങളുടെ മേൽ അത് മറച്ചു വെക്കണം എന്ന കാര്യം യാക്കൂബ് നബി പറഞ്ഞതും ആ ഉമ്മ മക്കൾക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർക്ക് ദേഷ്യം കൂടിയത്. യൂസുഫിനോട് വല്ലാത്ത ശക്തമായ എതിർപ്പും ദേഷ്യവും കൂടി. അവൻ ഇങ്ങനെ സ്വപ്നം കണ്ട് ഇനി എന്താവും, അവൻ നമ്മളെക്കാൾ മികക്കും, നമ്മുടെ പിതാവിന്റെ മുന്നിൽ നമ്മൾ ഒന്നും അല്ലാതാകും. അങ്ങനെ അവർ കൂടി ഇരുന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ചർച്ച ചെയ്തപ്പോ അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഉമ്മ പറഞ്ഞതായ സത്യം, ആ സ്വപ്നം അതൊരു സത്യമാണെങ്കിൽ തീർച്ചയായും റാഹീലിന്റെ മകൻ അഥവാ യൂസുഫ് നമ്മളെക്കാൾ ഉയർന്നവനാവാൻ സാധ്യതയുണ്ട്. കാരണം ആ സ്വപ്നം അങ്ങനെയാണ്. വിറയും കെട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ആ വടിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ എന്ന സഹോദരങ്ങൾ പറഞ്ഞു. നമ്മുടെ സഹോദരൻ യൂസുഫ്, ആ യൂസുഫിൻ്റെതായ സഹോദരൻ, മാതാപിതാവത്തെ യൂസുഫിന്റെ സഹോദരൻ ബിന്യാമീൻ, ഇവ രണ്ടുപേരും നമ്മളെക്കാൾ നമ്മുടെ പിതാവിലേക്ക് കൂടുതൽ പ്രിയങ്കരന്മാരാണ്. നമ്മളാവട്ടെ ഒരു വലിയൊരു സംഘമുണ്ട് താനും, എന്നിട്ടും നമ്മുടെ പിതാവ് വ്യക്തമായ ഒരു വഴികേടത്തരത്തിലാണ്. കാരണം ചെറിയ മകനെ വലിയവരെക്കാൾ ബാപ്പ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത് എന്ന്. അപ്പോൾ ശേഷം അവരുടെ ആ കൂട്ടത്തിൽ റോബീൽ എന്നാണ്, റൗബീൽ, അദ്ദേഹമാണ് അവരുടെ മൂത്ത സഹോദരൻ, വയസ്സുകൊണ്ട് മൂത്താള് മൂപ്പര. അദ്ദേഹം പറഞ്ഞു,
തീർച്ചയായും പിതാവിൽ നിന്ന് അവനെ അകറ്റൽ അനിവാര്യമാണ്. അവൻ്റെതായ നാശങ്ങൾ നമുക്ക് പിടികൂടുന്നതിന് മുമ്പേ നമ്മൾ അവനെ പിടിക്കണം. കാരണം നമ്മുടെ പിതാവ് നമ്മളെക്കാൾ അവനെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ അവനെ ഒഴിച്ചിട്ടാൽ അവൻ പിതാവ് നമ്മളെക്കാൾ അവനെ തിരഞ്ഞെടുക്കും. മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മേൽ അധികാരം അവനക്ക് നൽകിയേക്കാം. അവൻ നമ്മുടെ നേതാവായി വന്നേക്കാം. അതൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ അവർ അന്ന് യോഗം പിരിഞ്ഞു. എല്ലാവരും ചിന്ന ഭിന്നമായി പിരിഞ്ഞുപോയി. അവനവന്റെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവരവരുടേതായ ആടുകളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം കഴിച്ചുട്ടി ദുഃഖിതരാണ് എല്ലാവരും. ഇതിനെല്ലാവരും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെയും ഒരു സിറ്റിംഗ് നടക്കുകയാണ്. അവരെല്ലാവരും വീണ്ടും ഒരു മീറ്റിംഗ് കൂടുക. അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഉഖ്തുലൂ യൂസുഫ അവ ഇത്റഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. നിങ്ങൾ യൂസുഫിനെ കൊല്ലുക, അല്ലെങ്കിൽ യൂസുഫിനെ എന്താ ബാപ്പാക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശത്ത് കൊണ്ട് ഒഴിവാക്കില്ല. എന്നിട്ട് അതിന്റെ ശേഷം നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരായ പോലെ തൗബ ചെയ്ത പോലെ അല്ലാഹു തൗബ സ്വീകരിക്കൂലേ? നിങ്ങൾ ചെയ്ത തെറ്റാണ്, ശരിയാണ്. പക്ഷെ ആ തെറ്റിന് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങും ചെയ്തോളൂ. നല്ല സ്വാലഹ്യങ്ങളായ മതി, അല്ലാഹു സ്വീകരിക്കും. കൊലപാതകത്തിന് തൗബ ഉണ്ടാകുമല്ലോ. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ റൗബയിലോ അതല്ല ശംഊനോ അതല്ല യഹൂദയോ പറയാൻ, ഇന്നൽ ഖത്ല അംറുൻ അദീമുൻ, കൊല്ലുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അത് കുറച്ച് അപകട. അതുകൊണ്ട് നല്ലത് അവൻ എന്താ ഒയാബത്തുൽ ജുബ് ഒരു പൊട്ടക്കിണറ്റ് കൊണ്ടിട്ടാണ് എൽത്തഖ്തുഹു ബഅദ സയ്യാറ, ഏതെങ്കിലും യാത്രക്കാർ വന്നിട്ട് എന്തായിക്കോളും അവനെടുത്ത് കൊണ്ടേക്കോളും. നമ്മൾ കൊന്നു എന്നുള്ള പേരില്ലേനും എന്നാൽ നമ്മളെ വാപ്പാരെ തൊട്ട് അവൻ അകലും ചെയ്യും. അതല്ല നല്ലത്. അങ്ങനെ ആ അഭിപ്രായം അവർ സ്വീകരിച്ചു. അങ്ങനെ യൂസുഫിനെ അവർ കൊണ്ടുപോയി. അവര് പിതാവിൽ നിന്ന് യൂസുഫിനെ മോചിപ്പിക്കാൻ, യൂസുഫ് കാരണത്താൽ പിതാവിന്റെ സ്നേഹം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടുന്ന സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി പിതാവിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ്. പിതാവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അവർ ഐക്യകണ്ഠേന ഈ തീരുമാനം അംഗീകരിച്ചു. അങ്ങനെ അവർ യൂസുഫിനെ കണ്ടുമുട്ടിയിട്ട് യൂസുഫിനോട് പറഞ്ഞു, അല്ല യൂസുഫെ, അനക്ക് ഞങ്ങളൊപ്പം ഒന്ന് മരുഭൂമിക്ക് ഞങ്ങൾ പോകുമ്പോൾ അനക്ക് വന്നൂടെ? എന്നാ അനക്ക് ഞങ്ങളൊപ്പം അവിടെ കളിച്ചൂടെ? അനക്ക് ഉന്മേഷവനായിക്കൂടെ? അനക്കും തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലൊക്കെ നീ ഇറങ്ങിക്കൂടെ? ഞങ്ങൾ വേട്ടയാടുമ്പോൾ അനക്കും വേട്ടയാടിക്കൂടെ? ഞങ്ങളോട് കൂടെ കുറച്ചേറെ സമയം ചെലവഴിച്ചിട്ട് അനക്കൊരു ടൈം പാസ്സൊക്കെ നടക്കൂല്ലോ മോനെ. അനക്കെന്താ ചെയ്താലും ഞങ്ങളൊപ്പം വന്നാലെന്താ? അപ്പൊ ഇവര് ജ്യേഷ്ഠന്മാരല്ലേ, അവരിതൊക്കെ പറഞ്ഞപ്പോ യൂസുഫിന് വല്ലാത്ത താല്പര്യമായി. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇജി ബാപ്പാനോട് ചെന്ന് പറ, റുസിലൊക്കെ മാന, ഞങ്ങളെ ഒപ്പം അന്നൊന്ന് അയച്ചുതരാൻ വേണ്ടി ഇജി പറയും. ഞങ്ങൾ ചോദിക്കുമ്പോ ബാപ്പാക്ക് സംശയം തോന്നും. ഇജന്നെ ചോദിച്ചിട്ടെന്താ, ഞമ്മളൊപ്പം പോര്. അപ്പൊ യൂസുഫ് പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ചെന്ന് ചോദിക്കാം. ഞാൻ ചോദിക്കാം, പക്ഷെ അതിനോട് നിങ്ങളും പറയണം എന്ന് പറഞ്ഞു. അഫ്അലു വസ്അലുഹു അൻതും അയ്ളൻ, ഞാൻ ചോദിച്ചോണ്ട് അതോടുകൂടെ നിങ്ങളും ചോദിക്കണം. അങ്ങനെ അവരെല്ലാവരും പിതാവിന്റെ അടുത്തേക്ക് ചെന്ന് എല്ലാവരും പാടെ കൂട്ടമാറ്റി പോകും. എന്നിട്ട് അവർ പറഞ്ഞു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബാദത്തിന് വേണ്ടി നീക്കി വെക്കുന്ന ചില പ്രത്യേക ടൈമുകളുണ്ട്. ആ സമയത്ത് തന്റെ ഏകാന്തതയിൽ ആരും ഉണ്ടാവൂല, യൂസുഫ് അല്ലാതെ ആരും ഉണ്ടാവൂല. കാരണം യൂസുഫിനെ തൊട്ട് പിതാവ് ഒരിക്കലും എന്താവൂല, അകന്നു നിൽക്കൂല. അതിനുവേണ്ടി ഏകാന്തതയിൽ പടച്ചവനക്ക് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് പോലും യൂസുഫ് അടുത്തുണ്ടാവും. അങ്ങനെ പിതാവിന്റെ അടുത്തേക്ക് സഹോദരങ്ങളൊക്കെ അടുച്ചെന്നു. യൂസുഫ് കൂടെ ഉണ്ട്. എന്നിട്ട് പിതാവിനോട് ഈ മക്കളൊക്കെ പറഞ്ഞു, പിതാവേ, നിങ്ങൾക്ക് എന്താ യൂസുഫിനെ ഞങ്ങൾക്ക് വിട്ടന്നൂടെ? എന്താ ഞങ്ങളെ വിശ്വസിച്ചൂടെ? നിങ്ങൾക്ക്
യൂസുഫിന്റെ മേൽ, യൂസുഫിനെതിരെ നിങ്ങൾക്ക് എന്താ ഞങ്ങളെ വിശ്വാസമില്ലാത്ത? യൂസുഫിന്റെ മേൽ ഞങ്ങളിൽ നിന്ന് നിർഭയത്വം കിട്ടൂലേ? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങള് യൂസുഫിനോട് സതുദ്ദേശപരമായിട്ടല്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കൂലല്ലോ. ഞങ്ങൾ നല്ലതല്ലേ ചിന്തിക്കുള്ളൂ. അർസിൽഹുമാന, ഞങ്ങളൊപ്പം വിട്ടുകാട്ടു. വയല്ലാബ്, യൂസുഫ് ഞങ്ങളൊപ്പം ഒന്ന് ഉല്ലസിക്കട്ടെ, ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ല മക്കളെ, ഇന്നഹു സുബിയ്യുൻ, അവന് ചെറിയ കുട്ടിയല്ലേ. വൈന അർളക്കും അർളും അസ്ബാത്തിൻ, അവിടെ കുറെ പിടിമൃഗങ്ങളൊക്കെ ഉള്ളതായെന്താ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ പോണത്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് വല്ല ചെന്നായോ മറ്റെന്തെങ്കിലൊക്കെ എന്റെ കുട്ടിനെ വല്ലതും ചെയ്താലോ. അപ്പൊ അവന് റസൂലിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ ഫയക്കൂലഹു, അപ്പൊ ആ ചെന്നായ അവനെ തിന്നേക്കും. നിങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന അവസരത്തിൽ എന്റെ മകനെ ചെന്നായ തിന്നേക്കാം. അപ്പോഴാണ് അവർ പറഞ്ഞത്, അതെങ്ങനെ ഞങ്ങൾ ഓനെ തൊട്ട് അശ്രദ്ധരാകുക പാപ്പ, ഇതല്ല ഹാസിറും, ഞങ്ങൾ ഇത്രയും വലിയ സംഘല്ലേ, ഒരാളെങ്കിൽ ഒരാള് യൂസുഫിനെ നോക്കൂലേ? അങ്ങനൊക്കെ ഞങ്ങൾക്ക് സംഘമായിട്ടുണ്ടായിട്ടും യൂസുഫിനെ വല്ല പിടിമൃഗങ്ങളും തിന്നുപോയാല് അത് ഞങ്ങളെ പരാജയല്ലേ, ഞങ്ങളാകെ പരാജയപ്പെട്ടവരാവൂലേ? ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.